ഏവർക്കും നമസ്കാരം. ജൂലൈ മാസം 17-ാം തീയതി വ്യാഴാഴ്ച പുണ്യമാസം എന്നും രാമായണ മാസം എന്നും അറിയപ്പെടുന്ന കർക്കിടക മാസം ആരംഭിക്കുന്നു. തുടർന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയും കർക്കിടകം നീളുന്നു. ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ആചരണമാണ് പിതൃക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ബലി. കർക്കിടകം 8, അതായത് ജൂലൈ മാസം 24-ാം തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ്. ഇന്നേ ദിനമാണ് നാം നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത്. ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്നു ഭവിക്കാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ഈ മാസം മുഴുവനായും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂലൈ 28 മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതാണ്. വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂലൈ 26 മുതൽ ശുക്രൻ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും. ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള കർക്കിടക മാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ചെലവുകളുടെ ഭാവം എന്ന് അറിയപ്പെടുന്ന ഈ 12-ാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം. തൽഫലമായി അപ്രതീക്ഷിതമായി ചെലവുകൾ വന്ന് ഭവിക്കുക, രോഗാരിഷ്ടതകൾ, തടസ്സങ്ങൾ, മാനസികമായ ചില സംഘർഷങ്ങൾ, അലച്ചിൽ, യാത്രാക്ലേശം എന്നിവയെല്ലാം വന്ന് ഭവിക്കാവുന്നതാണ്. ചൊവ്വ ഈ കൂറുകാരുടെ 1, 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് പൊതുവെ ചൊവ്വ ആനുകൂല്യങ്ങൾ നൽകില്ല. കാരണം ജന്മത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ, രോഗാരിഷ്ടതകൾ, മാനസികമായ ഒരു സുഖക്കുറവ്, ചില തടസ്സങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. കൂടാതെ നിലവിൽ കേതുവും ഈ ഭാവത്തിൽ നിൽക്കുന്നു എന്നത് ദോഷത്തിൻ്റെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുക. എന്നാൽ 28-ാം തീയതി മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ദോഷങ്ങൾക്ക് അറുതി വരുന്നു. കാരണം ചൊവ്വ കേതുയോഗത്തിൽ നിന്നും മുക്തനാകുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ നിലവിൽ ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്ന കഷ്ടതകൾ, രോഗദുരിതങ്ങൾ, മനസ്സംഘർഷങ്ങൾ എന്നിവയ്ക്ക് എല്ലാം അറുതി വരും. 2-ാം ഭാവം എന്നത് ധനഭാവമാകയാൽ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ നേരിടാമെന്നതിനാൽ ധനക്രയവിക്രയങ്ങൾ, വിനിയോഗം എന്നിവയിൽ ഒരു നിയന്ത്രണം, കണിശത എന്നിവ പാലിക്കുക. ബുധനും ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. ചെലവിൻ്റെ ഭാവമായ 12-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ചെലവുകളെ ഗണ്യമായി ഉയർത്താം. കൂടാതെ കാലതാമസം, കാര്യവിഘ്നം, അലച്ചിൽ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില താമസം, അത് ഉണ്ടാക്കാവുന്ന പ്രതികൂലമായ ഫലങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ എന്നിവയെല്ലാം 12-ലെ ബുധൻ സൃഷ്ടിക്കാം. സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും കടാക്ഷങ്ങളും ഭാഗ്യവർദ്ധനവും നൽകി 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 11-ാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി, പുരോഗതി എന്നിവ ഉണ്ടാകും. കുടുംബസ്വത്ത്, ഭൂമിലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി, ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു ചേരാവുന്നതാണ്. 11 എന്നത് സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം ആണ്. തൽഫലമായി ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയം കാണുന്നു. മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ, സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തും. ഭൂമി, ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കുന്നതാണ്. കൂടാതെ വിവാഹം, പഠനത്തിൽ ഉന്നതി, മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം, മികച്ച തൊഴിലവസരങ്ങൾ, സന്താനലബ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് നടക്കാം. കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ ആശകളും പൂവണിയും. കുടുംബത്തിലും വളരെ സന്തോഷം, ക്ഷേമം, ഐശ്വര്യം, ഐക്യം, ഈശ്വരകടാക്ഷം, മനസ്സുഖം, സ്നേഹം എന്നിവയെല്ലാം വ്യാഴം 11-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ്. ശുക്രനും ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ഈ മാസം ഭൂരിഭാഗവും സഞ്ചരിക്കും. ജൂലൈ 25 വരെയും കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല.
അത് തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ, അസംതൃപ്തി എന്നിവയെ ഉണ്ടാക്കാം. കൂടാതെ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, മേലധികാരികളുടെ അപ്രീതി എന്നിവയും ഈ സമയത്ത് നേരിടാം. എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11ലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു. ശുക്രൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ലോട്ടറി, ചിട്ടി, ഭൂമിക്രയ വിക്രയങ്ങൾ എന്നീ പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ 11ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം. കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തുമെന്നതും തീർച്ചയാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാകും ഇത്. പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢം ആകും. ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കർമ്മപുഷ്ടി, അംഗീകാരം എന്നിവ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമാകും. ശാരീരികമായും മാനസികമായും ക്ഷേമം, സുഖം, സന്തോഷം, സമാധാനം എന്നിവയും ഉണ്ടാകുന്നതാണ്. ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യത്തെ കുറിക്കുന്ന അഷ്ടമത്തിൽ അഥവാ 8ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ശനി പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. എന്നാൽ ജൂലൈ 13 മുതൽ ശനി തൻ്റെ വക്രസഞ്ചാരം തുടങ്ങിയതിനാൽ ഈ കൂറുകാർക്ക് ശനി ദുരിതങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി അഷ്ടമശനി ദുരിതങ്ങൾ ദൂരീകൃതം ആകുന്നു. തൽഫലമായി രോഗമുക്തി ലഭിക്കും. കൂടാതെ ആരോഗ്യം, ശരീരസുഖം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമം, മനസ്സമാധാനം എന്നിവയും കൈവരും. ഇവർ ഇപ്പോൾ പല മേഖലകളിലും നേരിട്ട് കൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും പ്രതിസന്ധികളും അകലും. സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങി സാമ്പത്തികമായ അഭിവൃദ്ധിയും ഇവർക്ക് ലഭിക്കുന്നതാണ്. ബിസിനസ്, മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലം ആകും. ശനി എന്നത് ഈ കൂറുകാരുടെ 6ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമാകുന്നു. 7ാം ഭാവാധിപനായ ശനി അഷ്ടമത്തിൽ സഞ്ചരിച്ച് വന്നിരുന്നതിനാൽ ഇവർ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അനുഭവിച്ചു പോകുന്ന ക്ലേശങ്ങൾ, മാനസികമായ അകൽച്ച, അഭിപ്രായ വ്യത്യാസം എന്നിവ എല്ലാം നീങ്ങി ഐക്യവും സമാധാനവും കൈവരുന്നു. രാഹു ഈ കൂറുകാരുടെ 7ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7ാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു. കളത്രഭാവമായ 7ൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യബന്ധം, പ്രണയബന്ധം, കുടുംബബന്ധം എന്നിവയെ പ്രതികൂലമായി ബാധിക്കാം. എന്നാൽ ശനിയുടെ വക്രസഞ്ചാരം മൂലം ശനി ഏറെ അനുകൂലനായതിനാൽ രാഹുവിൻ്റെ ഈ പ്രതികൂലാവസ്ഥ ഈ കൂറുകാരെ അലട്ടില്ല. അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം. ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യാം. പ്രധാനമായും അനാരോഗ്യം, ശാരീരികമായ ക്ലേശങ്ങൾ, രോഗാരിഷ്ടതകൾ, മാനസികമായ സംഘർഷങ്ങൾ, ഏകാഗ്രതക്കുറവ് എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ഭവിക്കാം. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് അവരുടെ കഷ്ടതകൾ, ദുരിതങ്ങൾ എന്നിവ വളരെയധികം കുറയുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്ന മാസമാകും ഇത്. കാരണം സർവീശ്വരകാരകനായ വ്യാഴം, ആദ്യ വാരത്തിന് ശേഷം ശുക്രൻ എന്നിവർ ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്ത് സർവാഭീഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴത്തിൻ്റെ മൗഢ്യം നീങ്ങി എന്നതും ഇവർക്ക് വ്യാഴത്തിൻ്റെ നേട്ടങ്ങൾ വർദ്ധിച്ച അളവിൽ ലഭിക്കുവാൻ കാരണമാകും. കൂടാതെ ഇവർക്ക് കടുത്ത ദോഷങ്ങളും ദുരിതങ്ങളും ശാരീരികമായ ക്ലേശങ്ങളും വിതച്ചിരുന്ന ശനിയും വക്രഗതി സഞ്ചാരത്താൽ ഈ കൂറുകാർക്ക് അനുകൂലനായി ഭവിക്കുന്നു. 12ാം ഭാവത്തിൽ സൂര്യനും ബുധനും സഞ്ചരിക്കുന്നത് ചില തടസ്സങ്ങൾ, ചെലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം. എന്നാൽ ശുക്രനും വ്യാഴവും ധനാഗമങ്ങളുടെ ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ അലട്ടില്ല. ചൊവ്വ കേതുയോഗം ജൂലൈ 28 മുതൽ അകലുകയും ചെയ്യുന്നു എന്നത് ഈ കൂറുകാർക്ക് വളരെയധികം ആശ്വാസത്തെ നൽകുന്നു. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല ഒരു മാസമായി ഭവിക്കും. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.